ബയേൺ മ്യൂണിക്കുമായിട്ടുള്ള ഒരു സെമി ഫൈനൽ എല്ലാ റിയൽ മാഡ്രിഡിന്റെ ആരാധകർക്കും ഓർമ്മയുണ്ടാകും. ആദ്യ കളി തോറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന് അവസാനം 2 ഗോളുകൾ അടിച്ച് 2024 റിയൽ മാഡ്രിഡിനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എത്തിച്ച ഒരു താരമുണ്ട്, ഹൊസേലു എന്ന ഒരു താരം. അത് ഒരു വർഷം മാത്രമാണ് പുള്ളിക്കാരൻ റിയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു ഐക്കോണിക് മൊമെന്റ് കൊണ്ട് തന്നെ ഇനി ഫുട്ബോൾ ലോകത്തില്ല എല്ലാവരും അദ്ദേഹത്തെ എല്ലാ കാലവും ഓർക്കും, എസ്പെഷ്യലി റിയൽ മാഡ്രിഡ് ഫാൻസ്. അപ്പോൾ ആദ്യ സീസൺ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹൊസേലു നമ്മുടെ സൗദി അറേബ്യയുടെ ഒരു ക്ലബ്ബായ അൽ ഗറാഫെ അങ്ങനത്തെ ക്ലബിലേക്കാണ് പുള്ളിക്കാരൻ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും പുള്ളിക്കാരൻ വീണ്ടും ഒരു വർഷത്തിന് ശേഷം, 1 വർഷമല്ല 2 വർഷമായി, ഇപ്പോൾ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി 2 വർഷം കഴിയും. അപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും ഫ്രീ ഏജന്റ് ആവുകയാണെന്നുള്ള വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് പുള്ളിക്കാരൻ സൗദി അറേബ്യയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും യൂറോപ്പിലേക്ക് തന്നെ ആള് തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യൂറോപ്യൻ ക്ലബ്സ് ഈ ഒരു താരത്തിൽ അട്രാക്റ്റഡ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും ഒരു റിയൽ മാഡ്രിഡിന്റെ കുപ്പായത്തിൽ വരുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കി കാണേണ്ടതാണ്. പക്ഷെ അതിന് സത്യമുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇനി അല്ലെങ്കിൽ തന്നെ റിയൽ മാഡ്രിഡിന് ഇപ്പോൾ എംബാപ്പെ ഉണ്ട്, എൻട്രിക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗോൺസാലോ ഗാർസിയ എന്ന 3 സ്ട്രൈക്കേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കൊണ്ടുവരാൻ ചാൻസ് കുറവാണ്. ഇതിന് മുമ്പ് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമ്പർ 9 അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ആ സമയത്ത് നമ്മൾക്കറിയാം വിനി റോഡ്രിഗോ ആയിരുന്നു ഫോർവേഡ് കളിച്ചിരുന്ന പ്ലേയേഴ്സ്. അപ്പോൾ അവിടെ ഇനി ഹോസേൽ വരുമെന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ പുള്ളിക്കാരൻ വീണ്ടും യൂറോപ്പിലേക്ക് വരുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതിൽ ഏത് ടീമിനായിരിക്കും ഹോസേലു ഇനി സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. ഏതായാലും നമ്മുടെ കോണ്ടൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ ഹോസേലു ഏത് ക്ലബിലേക്കായിരിക്കും പോവുക എന്നുള്ള നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.